കാസർഗോഡ് മഞ്ചേശ്വരം എന്ന ചെറുഗ്രാമത്തെ ദുഃഖത്തിലാഴ്ത്തിയ വാർത്തയായിരുന്നു അത്. ഇന്നലെ വരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ദമ്പതികൾ ജീവിതത്തിന്റെ കഠിനതകൾക്ക് മുന്നിൽ തോറ്റുപോയതെന്നാണ് ഹൃദയം തകർക്കുന്ന വസ്തുത. കടമ്പാറ സ്വദേശികളായ അജിത്തും ഭാര്യ ശ്വേതയുമാണ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. ദിവസേനയുള്ള പോരാട്ടങ്ങൾക്കിടയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവരെ വളരെ തളർത്തിയെന്നാണ് പറയുന്നത്. സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായ ശ്വേതയും പെയിന്റിംഗ് തൊഴിലാളിയായ അജിത്തും കുടുംബത്തിനായി കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു. എന്നാൽ ജീവിതത്തിലെ ഭാരം സഹിക്കാൻ കഴിയാതെ ഇവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 3 വയസ്സുള്ള മകനെ തനിച്ചാക്കിയാണ് രണ്ടുപേരും ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അജിത്തിന്റെയും ശ്വേതയുടെയും അപ്രതീക്ഷിതമായ മരണവാർത്ത കേട്ട് നാട്ടുകാരും ബന്ധുക്കളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എല്ലാം തളർന്നു പോയിരിക്കുകയാണ്. ഇപ്പോഴും ആർക്കും അവരുടെ മരണം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ദമ്പതികളായ ഇവർ ഇങ്ങനെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല. എപ്പോഴും ചിരിച്ചു മാത്രമേ ശ്വേതയെ കണ്ടിട്ടുള്ളൂ എന്ന് സഹപ്രവർത്തകർ ദുഃഖത്തോടെ പറയുന്നത്. അജിത്തിനെയും നാട്ടുകാർ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എല്ലാവരോടും സൗഹൃദപരമായ പെരുമാറ്റം കാണിക്കുന്ന വ്യക്തിയായിരുന്നു അയാൾ. അതുകൊണ്ടാണ് ഇവർ എന്തിനാണ് ഇങ്ങനെയൊരു ദാരുണ തീരുമാനമെടുത്തതെന്ന് ആരും മനസ്സിലാക്കാനാവാത്തത്.